ഏഷ്യ കപ്പ് ഹോക്കി കിരീടം ഇന്ത്യക്ക് ലഭിച്ചു. ഫൈനലിൽ ദക്ഷിണ കൊറിയയെ 4-1 തോൽപ്പിച്ചു. 8 കൊല്ലത്തിന് ശേഷമാണ് ഇന്ത്യ ഏഷ്യ കപ്പ് കരസ്ഥമാക്കുന്നത്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു. അനിൽ, വെൽ ഡൺ. പറയൂ. അനിലല്ല, മറ്റവർ. ഗുഡ് ഈവനിങ് SKN. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഏഷ്യ കപ്പിൽ 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചാമ്പ്യന്മാരാവുകയാണ്. ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ഇന്ത്യയുടെ അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു. 39 ഗോളുകളാണ് ടൂർണമെൻറ്റിൽ ഉടനീളം അടിച്ചത്. ഫൈനലിലും അതേ തരത്തിൽ കരുത്തരായ ദക്ഷിണ കൊറിയയ്ക്കെതിരെ ഇന്ത്യ പെർഫോം ചെയ്യുന്നത് കണ്ടു. മത്സരം തുടങ്ങി വെറും 30 സെക്കൻഡ് ക്ലോക്കിൽ മുട്ടിയപ്പോഴേക്കും ഇന്ത്യ ആദ്യ ഗോൾ അടിച്ചു. ആദ്യ ക്വാർട്ടറിൽ തന്നെ അത് രണ്ടാം ക്വാർട്ടറിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ അത് ലീഡ് 2 അങ്ങനെ ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ 2-0 ലീഡുമായിട്ടാണ് ഇന്ത്യ മടങ്ങിയത്. പിന്നീട് മൂന്നാം ക്വാർട്ടറിൽ വീണ്ടും ഒരു ഗോൾ. അങ്ങനെ ഇന്ത്യ ഓരോ ഘട്ടത്തിലും ജയം ഉറപ്പിക്കുന്നതിലേക്കൊക്കെ തന്നെ അടുത്തടുത്ത് പോകുന്നു. ഒടുവിൽ ദക്ഷിണ കൊറിയയുടെ ആശ്വാസ ഗോൾ വന്നത് 4-ാം ക്വാർട്ടറിലാണ്. ഇന്ത്യക്ക് വീണ്ടും നിരവധി അവസരങ്ങൾ അവസാന ക്വാർട്ടറിൽ ലഭിച്ചെങ്കിലും മുതലാക്കാൻ സാധിച്ചില്ല. ഇല്ലെങ്കിൽ ഇന്ത്യക്ക് ഇതിനേക്കാൾ വലിയൊരു വിജയം തന്നെ കിട്ടുമായിരുന്നു. എന്തായാലും 4-1 വലിയൊരു ജയത്തോടുകൂടി അടുത്ത ഹോക്കി ലോകകപ്പിനും ഇന്ത്യ യോഗ്യത ഉറപ്പിച്ചു. പറഞ്ഞതുപോലെ ഇന്ത്യയുടെ 8 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഏഷ്യ കപ്പ് നേടുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ 4ാം കിരീടവുമാണ്. ഇതോടുകൂടി ദക്ഷിണ കൊറിയയ്ക്ക് പിന്നിലായി ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ എന്ന നേട്ടത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനത്തേക്ക് ഇന്ത്യ വരികയും ചെയ്തു. 5 കിരീടങ്ങളുമായാണ് ദക്ഷിണ കൊറിയ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അത് ഇപ്പോൾ ഇന്ത്യക്ക് 4ാം കിരീടമായി. വരും വർഷത്തിൽ കൂടി ഒരു കിരീടം നേടി ഇന്ത്യ 5 എന്നുള്ള കിരീടത്തിലേക്കും എത്തും എന്ന തരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കും. കാരണം സമീപകാലത്ത് ഹോക്കിയിൽ ഇന്ത്യയുടെ പ്രകടനം അത്ര കണ്ട മികച്ചത് തന്നെയാണ്. ഇന്ത്യക്ക് ഈ ഒരു 8 വർഷത്തിന് ശേഷമുള്ള ഈ കിരീട നേട്ടം വരുന്ന ഹോക്കി ലോകകപ്പിലും വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമായിരിക്കും SKN.